ഹലോ എവരി വൺ, വെൽക്കം ടു ടോക്ക്. ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നതിൽ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. XMR 210 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിള് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 3 മാസമായിട്ട് വലിയ കച്ചവടമൊന്നും ഇല്ലാത്ത അവസ്ഥ നമുക്കറിയുന്നതാണ്. 3 മാസത്തെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ സെയിൽ. അതിനു മുൻപ് ഭയങ്കരമായിട്ട് സെയിൽ കുറഞ്ഞു വന്ന് ഒട്ടും സെയിലില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ XMR 210 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ ഡിസ്കണ്ടിന്യൂ ഹീറോ മോട്ടോകോപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഐക്മേലെ XMR 210 ഒരു UST ഫോക്സ് TFT സ്ക്രീൻ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡൽ എന്തായാലും ഇപ്പോൾ ഹീറോ മോട്ടോകോപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അത് പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ, അങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടല്ലോ, അതിൻ്റെ അവസ്ഥ എന്താവുമെന്നുള്ളത്. എന്തായാലും ഞാൻ ഏറ്റവും ആദ്യം അതിൻ്റെ സ്പെക്ക് പറയാം. XMR 210 അപ്ഡേറ്റഡ് ആണ്. ഗോൾഡൻ UST ഫോക്സ് ആണ് ഏറ്റവും ആദ്യത്തെ അട്രാക്ഷൻ. പിന്നെ TFT സ്ക്രീൻ വരുന്നുണ്ട്. നമ്മുടെ എക്സ്പൾസ് 210 ഒരു സെയിം TFT സ്ക്രീൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കളറിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കോമ്പാക്ട് എന്ന് പറഞ്ഞിട്ടൊരു കളറോ അങ്ങനത്തെ ഒരു കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2 ലക്ഷം മുതലാണ് എക്സ്ഷോറൂം പ്രൈസ് ഡൽഹി വരുന്നത്. ടോപ്പ് വേരിയന്റിന് ഏകദേശം 19,000 രൂപ കൂടുതൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ XMR 210 അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫുള്ളി ഫെഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിളാണ് XMR എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ? വ്യത്യാസം എന്ന് പറഞ്ഞത് ഈ പറയുന്ന UST ഫോക്സും പിന്നെ ഈ TFT സ്ക്രീൻ മാത്രമേ വരുന്നുള്ളൂ. എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് സെയിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇതും കുറച്ച് മാസം കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ആവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ട്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ മുൻപ് പറഞ്ഞ KTMന്റെ Enduro 390R എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിള് ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അതിന് മീഡിയ റൈഡിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എൻഡ്യൂറോ ചാമ്പ്യൻ ആണ്, ഒരു എൻഡ്യൂറോ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു എൻഡ്യൂറോ ചാമ്പ്യൻ ആണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മീഡിയ റൈഡിന് വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് KTMന്റെ Enduro 390R എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് തന്നെയാണ് ഇന്ത്യയിൽ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളത്. അതിന് കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ സസ്പെൻഷൻ ട്രാവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും 230 mm ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ട്രാവലാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 272 mm ആണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 890 mm ആണ്. ഫ്രണ്ടിലെ വീൽ സൈസ് 21 ഇഞ്ച്, റിയർ വീൽ സൈസ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് 159 കിലോഗ്രാം ആണ് ഉണ്ടായിരിക്കുക. അഡ്വഞ്ചർ 390 കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 7 കിലോഗ്രാം ആയിരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വെയിറ്റ് കുറവ് വരിക. സ്പെക്ക് കണ്ടവർക്കും അല്ലെങ്കിൽ സ്പെക്കിനെ കുറിച്ച് കേട്ടവർക്ക് അറിയാം, ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ തന്നെയാണ് KTM കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡ്വഞ്ചർ 390 ലോഞ്ചിന് ഞാൻ പോയപ്പോൾ എന്നെ വരെ ഞെട്ടിച്ച് കളഞ്ഞൊരു മോട്ടോർ സൈക്കിളായിരുന്നു Enduro 390 എന്ന് പറയുന്നത്. കാരണം അതിൽ ഇരുന്നപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഫീല്, അതുപോലെ തന്നെ നമുക്ക് ആ കിട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഒരു ഫോട്ടോന് കിട്ടിയത് ഇതായിരിക്കും തോന്നുന്നു. Enduro 390 ഒപ്പം ഞാൻ ഇരിക്കുന്ന ഫോട്ടോയ്ക്കാന്ന് തോന്നുന്നു. ഏകദേശം 12,000 മുകളിലൊക്കെ ഒരു ഫോട്ടോയ്ക്ക് ലൈക്ക് കിട്ടുന്നത് എനിക്ക് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അത് ആ ഒരു ലൈക്ക് എല്ലാം ആ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ അപ്പിയറൻസിനും അതുപോലെ തന്നെ അതിൻ്റെ ലുക്കിനുമാണ്. അത്രയധികം വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് KTMന്റെ Enduro 390R എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മീഡിയ റൈഡിൻ്റെ വീഡിയോസൊക്കെ April 12 നമുക്ക് പല ഓട്ടോമൊബൈൽ മീഡിയ ടീമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഡ്വഞ്ചറും എൻഡ്യൂറോയും തമ്മിൽ കൊണ്ടുവന്നപ്പോൾ KTMനെ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ മിസ്സായോ എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ പറയാം. അപ്പോൾ ഇത്ര പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ചാओ.